ഇവിടെ ലൈവ് അല്ലേ ഞാൻ അല്ലേ കാണാനില്ല പറ്റുന്നില്ല. ഒരു സ്റ്റക്ക് ഇത് ഗെയിമിന്റെ അകത്ത് പോണില്ല. നമ്മൾ സ്റ്റക്കായോ? മാച്ച് തുടങ്ങിയാ എടാ ഡിസി സൗണ്ട് മ്യൂട്ടാണോ? നിഞ്ചേ അല്ല മ്യൂട്ടല്ല നിഞ്ചേ സ്പെക്കിൽ ആ ഇല്ലല്ലോ വന്നു അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൂർണമെന്റ് ആൾക്കാർ ഫ്ലൈറ്റ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇവിടെ ചാടും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഒരു ടീം ചാടിയിട്ടുണ്ട്. ഇത് ഉമ്മിൽ ആരോ രണ്ടുപേര് ചാടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഉമ്മിലുള്ള രണ്ടുപേര് ഇറങ്ങിയിട്ടുണ്ട്. ടീംസ് മൾട്ടിപ്പിൾ പ്ലേസിലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പബ്ജി തന്നെയാ. കളറല്ലേ കളർ നോക്കി സ്പെക്കിലൊക്കെ നല്ല രസമുള്ള രീതിയിൽ ഈ മാപ്പ് പണിഞ്ഞെന്ന് നിഞ്ചയ്ക്കും നറൂട്ടയ്ക്കും ഈ പരിപാടി നടത്തിയ ഈഗിൾ ഗെയിമിങ്ങിനും ഇതിന്റെ ചുക്കാൻ പിടിച്ച രായനും അപ്പാപ്പന്റെ പേര് പറഞ്ഞില്ല എക്സലാൻഡിസിന്റെ വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പനും വരും. ഓക്കെ എക്സലാൻഡിസിന്റെ വക എന്ന് പറയുമ്പോൾ തന്നെ അത് അപ്പാപ്പനാണ്. ഇതില് പ്ലെയറിന്റെ പ്ലെയർ ഇപ്പൊ മാറ്റാൻ പറ്റില്ല. ലാൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. മൾട്ടിപ്പിൾ പ്ലേസിലെ ഡ്രോപ്പുകൾ ഉണ്ടാവും. അയ്യോ അതിനിടയ്ക്ക് ചത്ത ഇവര് സോൺ ഔട്ട് പോയി ചത്ത. സെൽഫ് കില്ല് സ്നൈപ്പ് സെൽഫ് കില്ല് എന്താണ് സോണിന്റെ പുറത്തേക്ക് പോയ ആൾക്കാർ എനിക്ക് ലോഡ് ആയില്ലെന്ന് തോന്നുന്നു. ഓക്കെ കുറെ പേർക്ക് ലോഡ് ആവാതെ സ്ക്രീനിൽ സ്റ്റക്ക് ആയിട്ട് പ്ലെയിനിൽ ഇരുന്ന് ചത്തെന്നാണ് എന്റെ ഒരു ഗസ്. ഫോണിലോട്ട് ഓടുന്നതാണ് നമ്മളിപ്പോ കണ്ടുവരുന്നത്. ഇവിടെ ലൂട്ടൊക്കെ എടുത്ത് ഡോർക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ എന്തോ അടിയുടെ ശബ്ദമാണ് നടക്കുന്നത്. ഓക്കെ ഇത് ഭയങ്കര പാടാട്ടോ എന്നാ വിചാരിക്കണ കണക്കല്ല. TGA ഇവർ വന്നിറങ്ങുന്നുണ്ട്. കുറേ ടീമുകൾ വന്നിറങ്ങുന്നുണ്ട്. RSD മിക്കവാറും ഇതെങ്ങനെ ഡബിൾ എഫ് ഓക്കെ വി ആണ് എന്താണ് 74 ഡബിൾ എഫ് അടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ക്യാം ആവും. നിനക്ക് എങ്ങോട്ട് വേണോ തിരികെ. ബോബോയ് ഇവിടെ ഗണ്ണുമില്ല ഒന്നുമില്ല. ഇവിടെ ഒരു റിഡ്ജിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആ ഗണ്ണ് കൊണ്ടുണ്ട് എല്ലാം ഉണ്ട്. എല്ലാം അടിച്ചു ഒറ്റയ്ക്ക് പെട്ട ആള് കുനിഞ്ഞിവിടെ ഇരിക്കുവാണ്. ഇതാ ഇവര് ടീം നേരെ സോണിലോട്ടാണെന്ന് തോന്നുന്നത്. അല്ല ഇത് സോണ എന്നാണ് തോന്നുന്നത്. ഇത് സോണ. ഇത് മാപ്പ് നോക്കാൻ പറ്റും നമുക്ക്? ഇല്ല നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലേ? മേലോട്ട് പോകേണ്ടി വരും. ഏറ്റവും മേലെ നമുക്ക് ഏറ്റവും മേലോട്ട് പോകാം. അയ്യോ ഇല്ല ഇത് ഇത്രയാണല്ലേ സോണ് അല്ലേ? അടുത്ത സോൺ ഷിഫ്റ്റ് ആവുന്നതാണ് ഇത്. ഓക്കെ ഓക്കെ. അവരെല്ലാരും അല്ല മാമന്റെ അടുത്തൂടെയാണ് പോകുന്നത്. മാമൻ ഇവിടെ മൊത്തത്തിലൂടെ മാമനെ അടിച്ചിട്ട് മാമനെ ഇവന്മാരെ എവിടെ പോയി വീണത് അറിഞ്ഞൂടാ. ഇവര് അവിടെ അവരെ ലൂട്ട് എടുക്കുകയാണ് കേട്ടാ. കണ്ട ഇങ്ങനെയൊക്കെ പറ്റും കേട്ടോ ലൂട്ടൊക്കെ എടുക്കാം. ഇങ്ങനെ പോയി ലൂട്ട് ചെയ്യാം. അതായത് നമ്മള് ഇപ്പൊ ഉള്ള ഫൈറ്റ് ഒന്നും നിങ്ങൾ വലുതായിട്ട് നോക്കണ്ട. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാ മെക്കാനിസംസും കാണിക്കുക. അതുപോലെ പ്ലേയേഴ്സിന് എന്തെങ്കിലും ഈ ഇതിനകത്തുനിന്ന് ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരുടെ കളിപ്പിക്കുന്ന. പിന്നെ സെർവർ ഇഷ്യൂ നോക്കണം. സോ കറന്റ്ലി ലൂട്ടും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആ. ബാക്കി വേറെ ഇഷ്യൂ ഒന്നും ഇല്ല. ചത്തവരെ ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ലൂട്ട് ബോക്സസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടോ. റാൻഡം ലൂട്ട് ബോക്സ്. ഇപ്പം നിങ്ങൾക്ക് കാർബൺ റൈഫിൾ അല്ലാതെ വേറെ റൈഫിൾസും ഉണ്ടാവും. ഇങ്ങനെ ഈ അടിച്ചു പറഞ്ഞ ഈ ബാഗ് ആവും. അതിന്റെ അകത്ത് ഈ ബാഗ് ആവും. ആ ബാഗിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാം. സോ തൊട്ടടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു BM ഉണ്ട്. അതേപോലെ തൊട്ടിപ്പുറത്ത് ഇത് കുറച്ച് ദൂരെയാണ്. ഓക്കെ BM ആയിട്ട് ഒരു ഫൈറ്റ് നമുക്ക് കാണാം എനിക്ക് തോന്നുന്നു. ഓക്കെ നമുക്ക് ബാക്ക് ടു ഈ ഒരു സെക്ഷനിലോട്ട് പോവാം. KVയിലുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ഓടി. ഓക്കെ KV മൊത്തം സാൻഡിയിലാണുള്ളത്. അവരെ ബാക്കിൽ നിന്ന് ഇവരെ ടീമില് ബാക്കിയുള്ളവർ ഇവിടെ. അതാണ് ഞാനും ആലോചിക്കുന്നത്. എല്ലാരും തഞ്ഞം പിഞ്ഞം ഒറ്റയ്ക്കായെന്നാണ് തോന്നുന്നത്. ഓക്കെ സോണോട്ടിൽ നിന്ന് നമ്മുടെ ആൾ ഓടി വരികയാണ്. ഇതാ എത്തുമോ? വണ്ടി കാണാനില്ലല്ലോ അണ്ണാ. അതാണ് ഞാനും ആലോചിക്കണേ. വണ്ടി എവിടെ? ഇവനൊക്കെ മണ്ണിന്റെ അതേ കളറ് മണ്ണിൽ ചേർന്നിരിക്കണ്. ഇത് നോക്ക് അവനവിടെ ഉണ്ടെന്ന് പോലും പറയാം. കണ്ടോ അവൻ മണ്ണ്. അവനൊരു മണ്ണാണ്. അവൻ മണ്ണാ. സ്പെക്കിന്ന് തന്നെ മനസ്സിലായി ഇവിടെ ഇങ്ങനെയാണെന്ന്. അവരുടെ മണ്ണിന്റെ വേഷമൊക്കെ ഇട്ട് വന്നാള്. സത്യം.
അവൻ മണ്ണായിട്ടാ വന്നതാ. TG എവിടെ ഫൈറ്റ്? BM നമ്മൾ എവിടെ കണ്ടത്? ആ ഇവിടെ RSD. അയ്യോ ഇവിടെ ഇല്ല. ആ BM ഇവിടെ. BM സ്പ്ലിറ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ച് പേര് വേറെ ഇവിടെ. ഇത് ഇതാരാ? KVA. ഓക്കെ, ഇവിടെ ആരൊക്കെ നോക്കാം. CAD, KTD അടുപ്പിച്ച് എല്ലാ ബിൽഡിങ്ങിലും ഉണ്ട്. ഇതാരാണ്? BM. ആ ഇവിടെ ആരോ മുണ്ട് പൊക്കി ഓടണം അവിടെ. വണ്ടി ഇല്ലെന്ന്, പക്ഷെ ഇൻഗെയിം വണ്ടി ഉണ്ടെന്നാ പറഞ്ഞത്. ഇന്ത്യൻ വണ്ടി ഉണ്ട്. അപ്പം വണ്ടിയുടെ കേസിൽ ബഗ് ഒന്ന് നോട്ട് ചെയ്ത കേസാണ്. പക്ഷേ ഈ ടെസ്റ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഇന്ന് ഓവർ ദ നൈറ്റ് ഇന്ന് ഫിക്സ് ചെയ്തിട്ടേ നാളെ ഇത് കൊണ്ടുവരുള്ളൂ. മനസ്സിലായോ? ഓക്കെ, പക്ഷെ ഇതിന്റെ മണ്ടയിലൊക്കെ കയറി ലൂട്ടൊക്കെ കിട്ടും. അപ്പം ഇവിടെ അടി KV ഇവിടെ. കാരണം എല്ലാം കില്ല വേണമെങ്കിൽ ഫ്ലൈറ്റ് ജമ്പിങ് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. റൺ ചെയ്ത് അല്ലെങ്കിൽ വെഹിക്കിൾ യൂസ് ചെയ്ത് കണ്ടോൺ സ്റ്റാർട്ട് ചെയ്യാം. ബ്രോ ഈ ഇത് നമ്മൾ ഒന്നുകൂടെ ഇത് നോക്കിയിട്ട് ഇത് ഫിക്സ് ആയില്ലെങ്കിൽ നമ്മൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് നാളെ കൊണ്ടുവരും എന്തായാലും. ഇല്ല, അത് അവർ ഫിക്സ് ചെയ്യും. എടാ ഇതൊന്ന് നോട്ട് ചെയ്തേരാ. ലൂട്ട് ബോക്സ് ഡിലേ കുറച്ച് പേര് പറയുന്നുണ്ട്. ഓരോന്നോരോന്ന് നോട്ട് ചെയ്തേ. നോട്ട് പാഡിൽ വല്ലതും ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ എടാ, ഇവിടെ വേറെ കണ്ടിട്ടുള്ളൂ. നോട്ട് ചെയ്തേരെ. ലൂട്ട് ബോക്സ് ഡിലേ, പിന്നെ ചാടുന്നതിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്തായാലും ഒരു ബാക്കപ്പ് വേണം. ഇവർക്ക് അറിഞ്ഞൂടാ കേട്ടാ. അടിച്ചിട്ടിട്ട് അങ്ങ് പോയി. കൊല്ലണോന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അവർ അടിച്ചിട്ട് TGന്റെ അടുത്ത ഒരു പ്ലെയറിനെ അടിക്കാൻ വേണ്ടി പോകണം. ഇവിടെ ഒരു വലിയൊരു ഫൈറ്റ് ആണ്. TV വേഴ്സസ് TG കാണുമോ അതോ TV വേഴ്സസ് BM കാണുമോ? KV അവിടെ BM-ലെ മിച്ചൂരി അടിച്ചിട്ടു. KV വേഴ്സസ് ഓക്കെ ഡൗൺ ആക്കിയിട്ടുണ്ട്. TV ഫാസ്റ്റ് അവിടെ TG സേവിയറിനെ നോക്കാക്കി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിനി അടുത്ത ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവരെയാണ്, അമ്മനെയാണ്. അതേപോലെ തന്നെ KV ഇവിടെ തന്നെ ഉണ്ട്. KV വേഴ്സസ് TV ആവും അറിഞ്ഞൂടാ, നോക്കാം. BM-ലെ 2 പ്ലേയേഴ്സിനെ അടിച്ചിട്ടു. അതായത് BM ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, ഒരാൾ ഇവിടെ ഉണ്ട്. ബാറ്റ്മാൻ ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്തിട്ടുണ്ട് അവിടെ. BM എവിടെ ആയിരുന്നു? ഇതിന്റെ അകത്ത് ഒരുത്തോട്ട്. ഓക്കെ, ഒരാളുണ്ട് ഇവിടെ അപ്പുറത്ത്. ഓക്കെ, എരുമിടി പിടിച്ച്. ഓക്കെ, സ്പീഡിൽ പോകുന്നുണ്ടോ കൈസ്? ഒരു ഷിഫ്റ്റ് അമക്കി പിന്നെ സ്ലോ ആവാൻ പോകും. TV ഈ ലൈനപ്പിൽ 7 പ്ലേയേഴ്സ് ഉള്ളു ഗൈസ്. അവർക്ക് ഇന്ന് നെയിലിന്റെ കൂട്ടുകാരൻ ഒരു പയ്യൻ ആക്സിഡന്റ് പറ്റി. അവന്റെ കൂടെയാണ്. പിന്നെ ജുഗ്രുവിന് കറണ്ട് ഇല്ല. അവിടെ RSD ഫ്ലിക്ക് ഇവിടെ ഡൗൺ ആക്കി. അവിടെ BM-ലെ ഉണ്ണി കോസ്റ്റ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചന്ദ്രന്റെ പിള്ളേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, CSKയുടെ ലൈനപ്പും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ KVA TG മാലിക്കിനെ അടിച്ചിട്ടുണ്ട്. KVA അപ്പെക്സ് അല്ല അപ്പേല പാട്ടോ അവിടെ മാലിക്കിനെ അടിച്ച് ഉറക്കി അവിടെ. എല്ലാവരും റൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു നല്ലൊരു ഫൈറ്റ് കാണാം. ഇവിടെ നല്ല അടിച്ചിട്ടത്. ഓക്കെ, അവിടുന്ന് വരുന്നു. ഈ സ്പെക്ക് നിങ്ങൾ നോക്കണ്ട. രായൻ അങ്ങനെ സ്പെക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ. നാളത്തെ നമ്മുടെ സ്പെക്ക് ചെയ്യുന്ന മെയിൻ പ്ലേയേഴ്സ് എല്ലാം ഡെവലപ്മെന്റ് സൈഡിലും ബഗ് ഫിക്സ് ചെയ്യുന്ന സൈഡിലും ആയിട്ട് അവര് ഇത് ചെയ്തോണ്ടിരിക്കുക. സ്പെക്ക് നാളെ അഡ്മിൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഓക്കെ, ഇത് റീകോൾ ചെയ്ത് വന്നതാണ്. അഡ്മിൻ വിട്ടതാണെന്ന് തോന്നുന്നത്. ഓക്കെ, KV റണ്ണാക്കി ചെന്നാണ് അവൻ വീഴുന്നത്. അടി കാണിച്ചതാ. അവൻ ചത്ത് ഡൗൺ ആയിരിക്കുന്നു. എഴഞ്ഞു പോയാൽ നിനക്ക് രക്ഷപ്പെടാം, പക്ഷെ എഴയുന്നില്ല ആള്. രക്ഷപ്പെടാൻ പറ്റൂല, പെട്ടെന്ന് ഫിനിഷാവും. ഓക്കെ, അപ്പൊ അവൻ ഡൗൺ ആയിട്ടുണ്ട്. അടുത്ത സിദ്ധു ഫിനിഷ് ആക്കിയിട്ടുണ്ട്. കിൽ സെക്യൂർ ആക്കി. ഓക്കെ അണ്ണാ, PUBGയുടെ കോൾ ഔട്ട് തന്നെ പറയാൻ കേട്ടോ ഇതിൽ തന്നെ. TX നെയിം ഓണാക്കിയ ഗൈസ് ഈ രണ്ടുകൂടെ ഭയങ്കര ഇതായിട്ട് കിടക്കുമായിരിക്കും. അതെങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അത് രണ്ടും കൂടി കിടക്കണ്ട. ഞാൻ നേരത്തെ ഓണാക്കിയിട്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് കിടന്നത്. അത് രണ്ടും കൂടെ വരും ഗൈസ്. അത് രണ്ടും കൂടെ ഇതാണ്. നമ്മുടെ RZ7 റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും KVയുടെ അടുത്തോട്ടാണ് പോകുന്നത്. ബാക്കിയുള്ളവർ എവിടെയൊക്കെയാണ്? ടോക്കിയോ മോട്ടറിലെത്തി. പിന്നെ ഇതാരാ? ക്ലിയർ അല്ല. എടാ ഇതിന്റെ കാര്യം നാടിയത് ഡോക്ടർ ഉണ്ടോ ഇവിടെ? പേര് എഴുതി വെച്ചേക്കണല്ലേ? പേരിന്റെ വിസിബിലിറ്റി കൂട്ടണം. ബോബോ എത്തുന്നേ ഉള്ളൂ.
ആ KV അടുത്ത ലൈനപ്പ് ഇവിടെ ഓ ഇവിടെയാണ് കേട്ടോ അടിയായ നേരത്തെ KV 3. എടാ പക്കു ലൈവ് ഉണ്ടെ അവനോട് ഇവിടെ ലൈവ് ഇടാൻ പറയൂ. ആ ഇങ്ങോട്ട് വരാൻ പറ. ആ ഇങ്ങോ അവിടെ ഉണ്ടെണ്ണ താഴെ ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ്. അവനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ആ ലൈവ് ഇടുക. ഓക്കെ ഓക്കെ. അവൻ നമ്പർ സ്പെക്ക് അറിയാലോ. വരാൻ പറയൂ. പക്കു ഇവിടെ പക്കു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ കണ്ടുപിടിച്ചത് അവരും നമ്മള് മൂട്ട് ആ മണ്ട ഇരിപ്പുണ്ട്. അല്ലല്ല അവന്റെ PC ഇതൊന്നും കൂടെ താങ്ങൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിച്ചോട്ടെ. എന്നാ പക്കു ഇവിടെ വന്ന് ലൈവ് ഇടാൻ പറ്റൂടാ നിനക്ക്? ഓക്കെ ഗൈസ് ഒരു മിനിറ്റ്. ഓക്കെ ഒരു മിനിറ്റ് ഗൈസ് ഞാൻ ഒന്ന് ആകാശത്ത് പോയിട്ട് അപ്പോൾ ഈ വെടിശബ്ദം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. ഓക്കെ ഓക്കെ ഒരു ചെറിയൊരു ബഗ് നമുക്കിപ്പോൾ ഫേസ് ചെയ്യുന്നത് മറ്റേ സ്പെക്ക് ചെയ്യുന്നവർക്ക് മാപ്പ് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സോർട്ട് ആക്കണം. പക്കൂനെ എനിക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? എനിക്കറിയില്ലാട്ടത്. നോക്കട്ടെ. ഇതിൽ പിന്നെ ഒരു നമുക്ക് അടിക്കുന്നവരില്ല, ആരൊക്കെ ഫയർ ചെയ്യുന്ന വെച്ചാൽ അവരുടെ അവിടേക്ക് നമുക്കൊരു വയ്യ അടിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റും. പക്ഷെ അതിൽ പോകുന്നതിൽ ചെറിയൊരു ഡിലേ ഉണ്ട്. അതാണ് ഇപ്പോൾ ഇഷ്യൂ. അതും നമുക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. TVX വള്ളി ടീം ഡീമൻ അവിടെ TGL ഒരു പ്ലെയറിനാണ്. TVS TG നടത്തുന്നുണ്ട് അവിടെ. അവരൊന്ന് സ്പെക്ക് ചെയ്തേ. ഇതില് പ്ലെയർ അങ്ങനെ എടുക്കാൻ പറ്റില്ല, അതാണ് ഇഷ്യൂ. നമ്മൾ സ്ഥിരം പോകുന്നല്ലോ TX തെളിച്ചങ്ങ് പോയത്. CSK വള്ളിയ ടീമാ ഇത്. TX ലോഡാവില്ല ഇല്ലേ, അതാണ്. ചെറിയൊരു ആവത്തില്ല. TX ആക്കുന്നില്ലടാ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. വേറൊരു അഭിപ്രായം അവരോട് ചോദിക്കും. മിസ്സായടാ, ഇത് ടെസ്റ്റ് അല്ലടാ. ചില്ലാവ് എല്ലാം ഫിക്സ് ചെയ്യുവല്ലേ. ചില്ലാവ് കില്ലോ അവിടെ TGS സേവിയറിനെ എടുത്തിട്ടുണ്ട്. TVA vs TGA നടക്കുന്നുണ്ട്. TG ഉണ്ടായത് ഈ ഏരിയയിലാ. ഓക്കെ ഇവിടെ വന്നത്. ഓക്കെ വള്ളി ടീമിന് കൂടെ വന്നു. TGX വള്ളി ടീം കാണുന്നുണ്ടോ ഈ ബ്രോ? കാണാം. TGA vs TVA ക്വാളിറ്റി കുറവല്ല. എടാ അത് സ്പെക്ക് ചെയ്യുന്നുണ്ട്. സ്പെക്ക് ഇവിടെ സ്ട്രീം ചെയ്തേക്കുന്നുണ്ട് ഗൈസ്. നാളെ ഇതൊന്നും ഉണ്ടാവില്ല, ക്വാളിറ്റി ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, എല്ലാം സെറ്റ് ആയിരിക്കും. ഇല്ല ഞാൻ ക്വാളിറ്റി ഒന്ന് കൂട്ടിയതാ. ഇപ്പൊ സെറ്റായി. ഇപ്പൊ ഓക്കെ അല്ലേ? ആദ്യമേ പറയാൻ വെച്ചാൽ ലൈവ് എൻഡ് ചെയ്തിട്ട് വന്നു, അല്ലെങ്കിൽ കത്തും. അതാ TGA ജോഡക്സ് അവിടെ TVയിൽ രണ്ടുപേരെ നോക്കാക്കിയിട്ടുണ്ട് കേട്ടാ. പുഷ് ചെയ്ത് കേറുന്നുണ്ട്. TGA എടുത്തോട്ട് പുഷ് ചെയ്ത് കേറുന്നുണ്ട്. അവിടെ സ്മോക്ക് ഒക്കെ വീണു. അമ്പത്തൂർ സിംഗ അടുത്തേക്ക് കൊച്ചുകുഞ്ഞ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അമ്പത്തൂരിന്റെ ബാക്കിലെത്തി. നല്ല കവർ ഉണ്ട് ബാക്ക് സൈഡില്. പക്ഷെ അമ്പത്തൂരിനെ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അമ്പത്തൂരിനെ അടിച്ചു. അമ്പത്തൂർ ചാടി അതിന്റെ മുകളിൽ കയറി. അമ്പത്തൂര് നല്ല അടി കിട്ടി. ഇതുവരെ അമ്പത്തൂരിനെ നോക്കാക്കാൻ പറ്റിയിട്ടില്ല. TGA vs TVA. തിരിച്ചോടി പോവാനുള്ള പരിപാടിയാ തോന്നുന്നു. അമ്പത്തൂര് ഗ്യാപ്പിൽ കൂടെ ഓടികളാ. ഓടി രക്ഷപ്പെട്ടു അമ്പത്തൂര് കേട്ടാ. അവരവിടെ അടിക്കാത്ത അവരെ കണ്ണ് ബുള്ളറ്റ് തീർന്നോ അറിഞ്ഞൂടാ. അവിടെ DK ഗോഡ് BM തമ്മിലുള്ള വാർ നടക്കുന്നുണ്ട്. എല്ലാം സ്പെക്ക് ചെയ്തു. വൈ നെക്കി കഴിഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷെ ഡിലേ വരുന്നുണ്ട്. ടീം ഇവിടെ മാറി. നമുക്ക് റൈറ്റില് കണ്ട പേര് മാറി ടീമിന്റെ. പക്ഷെ സ്പെക്ക് അങ്ങോട്ട് പോകാൻ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. നല്ല ലാഗ് ഉണ്ട് ഇന്റർഫേസ്. ചെറിയൊരു ലാഗ് ഉണ്ട് നമുക്ക് ടെലിപോർട്ടിന്. അത് മാത്രമല്ല ഇന്നിപ്പം 11 ടീമാണ് കളിക്കുന്നത്, 10 ടീം അല്ല, കുറച്ച് കൂടുതലാണ്. അത്ര ലോഡ് വലിപ്പിക്കണ്ടായിരുന്നു. അത് 11 ടീം അങ്ങ് കേറി. അതൊരു ടീം ഇതായിട്ട് ബുള്ളറ്റൊക്കെ കുറച്ച് കൂട്ടി കൊടുക്കാം. ഇതൊക്കെ ഇപ്പൊ എന്തൊക്കെയാണ് ഫിക്സ് ചോദിക്കും. ഇപ്പൊ പറഞ്ഞു
ഒരു കണക്കിന് 11 ടീം വന്നത് നല്ലതാ. കാര്യം ഇതിലെ ഇഷ്യൂ വരുന്ന ഇഷ്യൂസിനെക്കാട്ടും കുറവായിരിക്കും നമ്മൾ 100 പ്ലേയേഴ്സ് വരുമ്പോൾ വന്നത്. നല്ല രീതിയിലുണ്ട്. അമ്പത്തൂർ അവിടെ ഒരു ഓ, pick എടുത്തു. അമ്പത്തൂരോട് ഒരു പിക്ക് എടുത്തു. ഒലിവിയനെ നോക്കാക്കി. ഒലിവിയനെ അവിടെ നോക്കാക്കി അമ്പത്തൂര്. അത് കില്ല് ചെയ്യണം എന്നാലേ പക്ഷേ റിവൈവ് ചെയ്യുന്നുണ്ട്. റിവൈവ് ചെയ്ത് പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് അമ്പത്തൂര് വന്ന് അമ്പത്തൂര് അമ്പത്തൂര് നല്ല അടി കിട്ടുന്നുണ്ട്. അമ്പത്തൂരും നല്ല അടി കിട്ടി, അങ്ങോട്ടും അടി കൊടുത്ത്. അവര് കറങ്ങുന്നുണ്ട്. ഓക്കെ നോക്കാം. CID അവിടെ KTD CID vs KTD നടക്കുന്നുണ്ട്. ഇതിപ്പോ അടുത്തടുത്തായാണ് ഇവിടെ സ്പെക്ക് ചെയ്യുന്നത്. നോക്കാണോ കില്ലാണോ? നോക്കാണ് ബ്രോ, നോക്ക്. ഒരാളെ നോക്ക് ഇട്ടിട്ട് വീണ്ടും PUBG പോലെ തന്നെ അടിച്ചു കൊന്നാലേ ഫിനിഷ് ആവുള്ളൂ. സെയിം PUBG പോലെ തന്നെ ഗൈസ്. ഓ അവര് കറങ്ങി ഇവിടെ എത്തിയട്ടാ. ഓ, ജോസൂട്ടി ഇവിടെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാരും ഗ്രോസ് ഇട്ടാ കളിക്കുന്നത്. നല്ല റീകോയില. വാറ്റ് ഗോകുവിനെ വട്ടത്തിലിട്ട് അടിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഓ, വാറ്റൊരു പിക്ക് അവിടെ. വാറ്റൊരു നോക്കെടുത്തിരിക്കുന്നു. മൊളട്ടോ പറയുന്നു അവിടെ. വാറ്റ് ഡൗൺ ആയി. വാറ്റ് ഡൗൺ ആയി. കില്ലോ ഡൗൺ ആയി. കില്ലോ അവിടെ ഡൗൺ ആയി. റോബ്ലൂസിന് എടുത്തു. ഭയങ്കര ഷഫിൾഡ് ആയിപ്പോയി അവര്. ഈ സൈഡിൽ കൂടെ ഇപ്പുറത്തൂടെ വന്നില്ല അവര് കറക്റ്റ് ആയിട്ട്. അപ്പുകൂട്ടൻ അവിടെ നിന്ന് പവർ ഫയർ എടുത്തോണ്ടിരിക്കുന്നു. അമ്പത്തൂരിനെ വീണ്ടും അടിച്ചിടാനുള്ള ശ്രമം. കൊമ്പൻ ഒറ്റയ്ക്ക് ഓടിപ്പോയി അതിന്റെ അകത്ത് കയറി. എടാ ഇവരൊക്കെ എങ്ങോട്ട് ഓടി? ഗണ്ണാപ്പൊക്കെ തിരിച്ചു ഓടി. ഇവരെന്തിനാണ് ഇങ്ങനെ ഇത്ര സ്പ്ലിറ്റ് ആയിട്ട് കളിക്കണേ? ഓ അടി 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 എത്തിനടി. അമ്പത്തൂരിന് പൊളപ്പനടി. ചന്തിയിലടി കൊണ്ട് വാറ്റിനെ പൊക്കാൻ നോക്കുവാണ്. പക്ഷെ വാറ്റിനെ ഫിനിഷ് ചെയ്തു. മോളിയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തു. വാറ്റിനെ പൊക്കി ഇത് അവര് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, തിരിച്ചോടുന്നു. അമ്പത്തൂരിനെ ഫിനിഷ് ചെയ്തു. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ളത് വാറ്റ്, ജൂഡ്, ലോലൻ. വാറ്റ് ഏറ്റവും പിറകെ പോയി. എന്താ ബാക്കിലോട്ട് ഓടുന്നേ? അതെനിക്ക് മനസ്സിലാവുള്ളൂ. ഇവന്മാര് ഫൈറ്റ് എടുക്കാതെ തിരിച്ചടിച്ച് ഓടുന്ന എന്തിനാ? ഇല്ല, അവരുടെ കയ്യിൽ എന്തോരം സപ്ലൈസ് ഉണ്ടെന്നുള്ളത് ബുള്ളറ്റ് ഇല്ലെന്ന് തോന്നണേട്ടാ. എന്തിനോ ഒരു പ്രശ്നമുണ്ട്. അവരുടെ കയ്യിൽ എന്തോരം സപ്ലൈസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ഇല്ല, അതാണ് തിരിഞ്ഞു ഓടുന്നത്. ഇങ്ങനെ വന്നിട്ട് എന്താ കാണുന്നില്ല? ബുള്ളറ്റ് ഇല്ലെന്ന് തോന്നണ. ബുള്ളറ്റ് ഇല്ലെന്ന് തോന്നണേ. ഐ തിങ്ക് ബുള്ളറ്റ് ഇല്ല. അല്ല ഇവിടെയൊക്കെ വെടിയേക്കണ്ടല്ലേ? നോക്ക്. ജോസൂട്ടി അവിടെ ഒരു പിക്ക്. റീലോഡ് ആവുന്നില്ലെന്നോ? ആണോ? ബഗ് ഉണ്ടോ? കൊമ്പനാണെങ്കിൽ ജോഡക്സ് ലോലനെ ഉണ്ടാക്കി. ലോലൻ കണ്ണാപ്പി മാത്രം ബാക്കി. കഴിഞ്ഞ് ആ ടീം വൈപ്പായി. ഇവർക്ക് ലൂട്ടൊക്കെ സെറ്റ് ആയെന്നോ. ഒരു ബോക്സിന് എത്ര വെച്ച് കിട്ടുന്ന അറിയാൻ പറ്റും അല്ലല്ലേ? ഒരു ഗണ്ണ് കിട്ടും ചിലപ്പോ. റാൻഡംലി അത് എന്തോ ബഗ്ഗണ് തോന്നുന്നു. ഹിറ്റുണ്ട് ലൈവ് നോക്കിയപ്പോ അവിടെ ഗണ്ണ് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഗണ്ണ് റീലോഡ് ആവുന്നില്ല, ബഗ് ആണെന്ന് പറയുന്നുണ്ട് കുറെ പേര്. നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ കാര്യമല്ലേ? ആ വണ്ടിയുടെ കാര്യം നോട്ട് ചെയ്യണേ. വണ്ടി വന്നിട്ടില്ല. ശരിയാ, വണ്ടി വന്നിട്ടില്ല. പിന്നെ എത്ര ബുള്ളറ്റ് ഉണ്ടെന്നത് പ്ലേയേഴ്സിന്റെ അടുത്ത് ചോദിക്കണം. ഈ ഒരു ബോക്സിന്റെ അകത്ത് തന്നെ ഗണ്ണിന്റെ കൂടെ എത്ര ബുള്ളറ്റ് കിട്ടുമെന്ന് കൂടി ചോദിക്കണം. നമുക്ക് സോണ് കാണാൻ പറ്റാത്ത ഭയങ്കര വിഷയം. നമുക്ക് എവിടേക്ക് പോകണ്ടെന്ന് അതുകൊണ്ട് സെറ്റ് ആക്കണം. അവനെ കൂടെ വിളിച്ചു നിർത്തിയതെല്ലാം പറഞ്ഞാലേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. KTDയുടെ അടുത്തേക്ക് സ്പെക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് ചെറിയൊരു ഡിലേ ആണ് കേട്ടോ. ഇതില് കൊറേ പേർ, എല്ലാവർക്കും കൊറേ പേർക്ക് കൊറേ ഡിലേ ഉണ്ടടാ. റീലോഡ് ചെയ്യാൻ പറ്റണ അത് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഒരു ഒപ്റ്റിമൈസ് ചെയ്തപ്പോ വന്ന സംഭവം. അപ്പൊ അത് സ്റ്റക്കാവും. സർവർ ഒന്ന് ഹോൾഡ് ചെയ്യാം ഇത്ര സമയത്തേക്ക്. അപ്പൊ ഇവർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്ക്രിപ്റ്റും ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഗണ്ണും ഇൻവെന്ററൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല സമയത്ത്. അപ്പൊ അത് വേറെ അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ഉണ്ട് അതിനകത്ത്. അതാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്തിട്ട് ഇവനെന്നെ കൊടുക്കണ്ട. നിഞ്ച
ഇവൻ അയച്ചാൽ മതി നിഞ്ചക്ക്. നീ ഉണ്ട് Arcet 7 മൊത്തം കഴിഞ്ഞില്ല, rush വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. പറഞ്ഞത് ഇടയ്ക്ക് ഒരു സ്പൈക്ക് വരണം. അപ്പൊ എടാ, അതിലിങ്ങനെ വണ്ടി വരാത്തുണ്ടടാ, വണ്ടി വണ്ടി ഉണ്ടല്ലോ. വണ്ടി വന്നില്ലടാ, വണ്ടി വന്നിട്ടില്ല. വന്നല്ലേ? ഇല്ല ഇല്ല ഇല്ല. ചെക്ക് ചെയ്യണം. കാരണം ആള് എഡിറ്റ് ചെയ്തിട്ടുണ്ടായി കുറച്ച് ഈ സംഭവങ്ങള്. ആ കുഴപ്പമില്ല നമുക്ക് ഇന്നേക്ക് വേണ്ടിട്ട് മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് റിക്കവർ ഒന്ന് ചെയ്തായിരുന്നു, അതായിരിക്കും. റിക്കവർ മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു. അത് ഒറ്റമൈസ് ആക്കിയതാണ്. അപ്പൊ അതിന്റെ എത്ര 100-120 പ്ലേസിന് വേണ്ടി ഒരു ബിൽഡിങ്ങിലോട്ട് പുഷ് ചെയ്ത് കയറി. ഓക്കെ, ചെറിയൊരു ക്വാളിറ്റി ഇത് വരും ഗൈസ്, അത് ഇതാക്കണ്ട. ഓക്കെ, അവിടെ നിന്റെ പി ഒ എന്ത് പറ്റിയടാ നിനക്ക്? അവിടെ അങ്ങനെയല്ല, സ്പെക്ക് ചെയ്യാൻ കറക്റ്റാ പറ്റുന്നില്ലടാ, മനസ്സിലായോ? നമ്മള് സ്പെക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതില്ല. എടാ ഇവിടെ പറഞ്ഞ സജഷൻ എന്ന് പറഞ്ഞാൽ ഈ പേര് വിസിബിലിറ്റി ഇല്ലടാ പൊട്ടും. ആണോ? ഈ പേര് അത് നമ്മുടെ എല്ലാം വൈറ്റ് കളർ, മറ്റേ വൈറ്റ് കളർ പിന്നെയും കണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് KV-യുടെ ഇതില് ബോർഡറിൽ ഒരു ബ്ലാക്ക് എടുക്കുന്നുണ്ട്. വൈറ്റ് എല്ലാത്തിനും വാറ്റ് വൈറ്റ് പറഞ്ഞ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും, ഐ തിങ്ക്. വാറ്റ് ഞാൻ വലിക്കാം ഇങ്ങോട്ട്, വാറ്റിന് വലിക്കാം. വെയിറ്റ്, സ്ട്രോക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഉദ്ദേശിച്ചത്? ആ സ്ട്രോക്ക് ഇല്ലടാ, stroke ഇട്ട്. സ്ട്രോക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതുണ്ട്, ബാക്കി ഒന്നും വിസിബിലിറ്റി ഇല്ല. എടാ Visible ഇല്ല. ഈ കറക്റ്റ് TX മെനുവില് സ്പെക്ക് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റുമോടാ? അത് വേണേ അങ്ങനെ ആക്കാം. എന്നാ അങ്ങനെ ആക്കിയാൽ മതി. അതാകുമ്പോ ഇവർക്ക് എളുപ്പം അതാണ്. അങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ പോവാനും പറ്റൂടാ. ഇങ്ങനെ പോവാനും പറ്റും, ഇതാക്കാനും പറ്റും. അങ്ങനെ ആക്കിക്കോ. എടാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ TX കീ ബൈൻഡഡ് ആണ്. ഞങ്ങൾക്ക് പടപടാന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. നീ അതുപോലെ തന്നെ പേര് വൈറ്റിൽ തന്നെ മതി എല്ലാ ടീമിന്റെ. അതാ ഇങ്ങനെ വൈറ്റിലങ്ങ് മതി. മതി, അത് സെറ്റ്. ആ TX കാണിക്കുന്ന പോലെ തന്നെ കാണിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അത്ര ലോഡ് കുറയുമല്ലോ അല്ലേ? അത് സെറ്റ്. വാറ്റ് വന്നു, വാറ്റിന് അടിച്ചിട്ട്. വാറ്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാച്ച് 7 പ്ലേയേഴ്സിന് വെച്ച് നോക്കാം. അടുത്ത 7 പ്ലേയേഴ്സ് വെച്ച് ഒരു 10 ടീം ഒന്ന് ഇട്ട് നോക്കിയേ. നോക്കാം. വാറ്റ് എന്താ പറ്റി? വാറ്റ് അവിടെ എന്താ ഇഷ്യൂ വന്ന? അവിടെ നിങ്ങൾക്ക് ഗണ്ണ് ബുള്ളറ്റ്സ് ഒന്നും ഇല്ല, എന്താ പറ്റി അവിടെ? ഒരു സമയത്ത് ബുള്ളറ്റ് പോകത്തില്ല, ഒരു സമയത്ത് റീലോഡ് ആവത്തില്ല, ഒരു സമയത്ത് ഹെൽത്ത് അടിക്കാൻ പറ്റില്ല. ഈ ഒരു ബോക്സിന്റെ അകത്തുനിന്ന് എത്ര ബുള്ളറ്റ്സ് കിട്ടും? അതിന്റെ അകത്തുനിന്ന് ഒരു എത്ര 120 ആണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യം മറ്റേ പ്ലെയിനിൽ ഇരുന്ന് ചത്ത്. അത് നിഞ്ചേ മേലെ പോയി. പോയോ? എടാ രായ, അടുത്ത മാച്ച് ഒരു 50 പേരെ വെച്ച് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ 50, അതായത് 5 ടീമിനെ വെച്ചിട്ട്. 5 ടീമോ? ഓക്കെ. നിഞ്ചേ ട്രെക്കിങ്ങിലേ മാപ്പ് ഇല്ല അട്രാ. സെറ്റ് ചെയ്യാം. അതൊക്കെ ഉണ്ടായതായിരുന്നു, അത് ഞാൻ ചേഞ്ച് ആവുന്നില്ലല്ലോ. എന്താ ചേഞ്ച് ആണല്ലോ? ഷ്രിങ്ക് ആവുന്നില്ലല്ലോ. ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് എത്ര മിനിറ്റ് വർത്തുണ്ടായി? 30 മിനിറ്റ് നമ്മള് ഗെയിം ഇട്ടേ. 30 അല്ലേ? 30. 30 മിനിറ്റ് ആണോ? ഇതിപ്പോ എത്ര മിനിറ്റ് ആയിന്ന് പറയോ? ടൈമർ ഇല്ല, അതിന് മേലേക്കായി. ഒക്കെ ഉണ്ടായിരുന്നു, സാധനമൊക്കെ ഉണ്ടായിരുന്നു. ചെയ്തതില് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ ഒക്കെ ഉണ്ടായിരുന്നു. 20 പേരെ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ പക്കയിട്ട് പോയേ. അതെ, പച്ചീറ സോണോട്ട് വീണ്. ഇതിന്റെ അകത്ത് എനിക്ക് തോന്നണ ഈ ലൂട്ട് എടുക്കുന്നത് മറ്റേ കാര്യങ്ങളൊന്നും ബഗ്ഗില്ല. ഓക്കെ, ഇനി സോണ് വരുന്നതിന്റെ ഡിലേ ഉണ്ടായിരുന്നു. സർവർ ഇതാവാ സ്പൈക്ക് ആവാ, അതിന്റെ അപ്പനെ വീണ്ടും തിരിച്ച് റീകണക്ട്. പാർഷ്യലിക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും ബെഞ്ച് മാർക്ക് നോക്കിയായിരുന്നു. അത് ചോദിച്ചോ കേട്ടോ, അത് അപ്പാപ്പനും പറയണ്ടായിരുന്നു. സർവറിന്റെ ചോദിക്കാം ഏതാ അടിക്കണേ നോക്കിയത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാല്ലോ. ഇത് RZ7 വേഴ്സസ്, എനിക്കൊന്ന് ഇത് കുറെ നേരമായിട്ട് ഈ സോൺ ഇങ്ങനെ എഴുതിയെന്ന് തോന്നുന്നു. കുറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് കാണാത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറഞ്ഞു വരുന്നുണ്ട്. ശരിയാ. ടോക്കിയോയിൽ ഒരു പ്ലെയർ ഉണ്ട്. മാപ്പ് ഓണം ചെയ്യാൻ പറ്റാത്തോണ്ട് അത് ഭയങ്കര ഒരു സീനായിട്ട്. നിഞ്ച അതും കൂടി ഒന്ന് സെറ്റ് ആക്കോടാ. പോയാ നിഞ്ച പോയാ. മാപ്പിന്റെ സീനുണ്ട്. ടൈമറൊക്കെ ഉണ്ടായിരുന്നതാ, എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത കളി ആള് കുറച്ചൊന്ന് ഇതോടാക്കി നോക്കാം. കളിക്കാത്ത ടീമിനെ വിളിക്കും ഇപ്പൊ ഉള്ളതില്. പ്ലേയേഴ്സിന് കിൽഫീഡ് ഇല്ല.
ഓക്കെ, പക്ഷെ ഇത് കുറച്ചും കൂടി നമ്മൾ നാളെ മാച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യണം. ഇത് കുറഞ്ഞു വരണം. ഇത് ഭയങ്കര ലോ ആണ്. ഇതൊരു 30 മിനിറ്റിന് കൂടുതൽ എടുക്കും. 52 അല്ലേയോ? ഒരു ടീമിൽ 10 വെച്ചല്ലേ ബ്രോ? അപ്പം ഒരു ടീമിൽ 10 വെച്ചിട്ടല്ലേ? അപ്പോൾ നോക്കാം, കാണും. നമ്മളിപ്പോൾ കണ്ട 2-3 ടീമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു TG ഉണ്ട്, ഇവരുണ്ട്, KV ഉണ്ട്, CAD ഉണ്ട്. CAD ഒന്നും ചത്തിട്ടില്ല. ടിവിയുടെ 2 ലൈനപ്പ് ഉണ്ട്. ആ, TVയുടെ 2 ലൈനപ്പ് ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ ടീമുകൾ കാണിച്ചു ടീം TG ആണ്, TG ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ ഉണ്ട്. ഉമ്മുണ്ട്. ഉമ്മ ആരായിരുന്നു? ഉമ്മ ഉമ്മ മറ്റേ കെ- ടോക്കിയോ ടോക്കിയോ ഉഷ്ണമൂല കൃഷ്ണമൂല. KV. ശരി ശരി. ആ, KV. ഇത് ടിവിയുടെ അടുത്ത രണ്ടാമത്തെ ടീം, KVയുടെ ഫുൾ ടീം, മെയിൻ ടീം. KV ആണോ? KV പിന്നെ ആണ്. CD. അതെ അവര് ആസ്ട്രിക്സിൽ KVയുടെ പ്ലേയേഴ്സ് ആയില്ലേ. ആ, പക്ഷെ ഇവിടെ എനിക്ക് കേവി ഒന്നുമില്ല. ഇവിടെ കേവിക്ക് മറ്റേ കേവിയെ BNB ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരെണ്ണമായിരുന്നില്ല, ശരവണ ബോയ്സോ അങ്ങനെ 3 അല്ലായിരുന്നോ? അല്ല, ഇവിടെ KV TPD ആണ്. TPD അതിനകത്ത് EVX ആണോ? EVX ആണോ? EVX ആണെന്ന് തോന്നുന്നുണ്ട്. EVX അല്ല, EVX ആണെന്ന ചാറ്റ് പറയുന്നത്. P47 ഉള്ളവരുണ്ട് മറ്റേ ക്ലബില് P47. അത് ഈ T47 EVX-ലുള്ള പ്ലേയേഴ്സ് ആണ്. അതും അല്ല P47 മറ്റേ ക്ലബിലുള്ള മറ്റേ കസ്റ്റംസ് അല്ല, മറ്റേ ഡീലർഷിപ്പ്. ടോക്കിയോ ഉണ്ട് കേട്ടോ, ടോക്കിയോ ഉണ്ട് guys. ടോക്കി ഉണ്ട്. EVX ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട് അതില്. നമ്മുടെ മെയിൻ TVയുടെ മെയിൻ ലൈനപ്പ് മെയിൻ ലൈനപ്പ് കാണിച്ചത്. എല്ലാരും ഹോൾഡ് ആണ് പോയിന്റ് ഇവിടെ. ദേ zone out, ഇവര് zone out പോയിട്ടാ. പോയിന്റ് ഇല്ല. ടെസ്റ്റ് മാച്ച് ആയത്. മറ്റേ ടീം സോൺ ഔട്ടിൽ പോയി. അടുത്ത രണ്ട് zone ടീം വന്നാ രണ്ട് ടീം സോൺ ഔട്ടിൽ പോയി. ഇത് സോണിന്റെ ടൈം ഭയങ്കര കൂടി കിടക്കുവാടാ. ഭയങ്കര സ്ലോ ആണ്. കാരണം ഇതില് വണ്ടി വരുമ്പോ ഇവർക്ക് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇതിലിപ്പോ വണ്ടി ഇല്ല, അതാണ്. R67 സൈഡിൽ നിന്ന് ഫയറിങ്. അപ്പൊ TS അവരെ മല പോയേട്ടാ. അവരിഞ്ഞി കറങ്ങി അവർക്ക് കറങ്ങി സോൺ സോൺ ഡാമേജ് ഉണ്ട്. TVയെ ഇവിടെ നിന്ന് അടി കേട്ടാ. അവർക്ക് പുറത്തുനിന്നും അടിച്ചിടാമല്ലോ ഇവരെ അല്ലേ? ആ അടിക്കാം. സോൺ ഡാമേജ് ഇല്ല. TG ഉണ്ട് ട്ടാ. TG ടീം ഉണ്ട്. TG ഇവിടെ ഉണ്ട്. CAD സോണിപ്പെട്ട് തന്നെ കുറെ പേര് ചാവുമായിരിക്കും. CID ഒരാളെ ഞാൻ കണ്ടു, ബാക്കി ആരും കണ്ടില്ല. അവരുടെ ലൈഫ് കുറയുന്നുണ്ടോ? അത് TX വന്നാലാണ് അവരുടെ ലൈഫിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. ഇതിപ്പോ നമുക്ക് പ്ലെയറിന്റെ എത്രയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് മാറ്റിയിട്ട് TX തന്നെ ആക്കുന്നതായിരിക്കും ഏറ്റവും better. മറ്റേത് ചെയ്ത പ്ലെയർ ബേസിൽ സ്പെക്ക് ചെയ്താൽ ചിലപ്പോ കാണാൻ പറ്റുന്നത് പറ്റും. TX ന്ന് പോകാൻ പറ്റുന്നില്ലടാ. പിന്നെ ഇല്ല, ഇവൻ മറ്റേത് പറയുന്നത് ചെയ്യേണ്ടി വരും, പ്ലെയർ ഇൻഡിവിജ്വൽ പ്ലെയർ. ഇങ്ങനെ നോക്കുമ്പോ ചിലപ്പോ പക്ഷെ ഇതില് ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ട്, delay നമുക്ക് ഉണ്ട്. ലോഡിങ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. നമുക്ക് മറ്റേ സ്പെക്കിങ്ങിന്റെ അത്ര ഇത് വരുന്നില്ല ഇനി. അവര് കേറാൻ പ്ലാൻ ഇല്ല. എനിക്ക് തോന്നുന്നു സോണിൽ ലൈഫ് കുറയുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? സോൺ ഡാമേജ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതെങ്ങനെ ഓരോ സോണിന്റെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഡാമേജ് കൂടി വരണം? അങ്ങനെയാണ് ഇട്ടേക്കുന്നത് അതോ എല്ലാത്തിലും ഒരു ഡാമേജ് ആണോ? ഇപ്പൊ അല്ല, okay അല്ല. തോന്നുന്നില്ലേ? ഇപ്പൊ ഓക്കെ ആണെന്ന് തോന്നുന്നു. പ്ലേയേഴ്സ് കുറഞ്ഞപ്പോ 52 പേരായപ്പോ ഓക്കെ ആയെന്ന് തോന്നുന്നു. അതാ അപ്പം അളിയ ദിവസം നീണ്ടു പോകട്ടോ. അപ്പം അല്ല, ഇത് മാറ്റാം. സോണിൽ അല്ല, ആരോ ചത്തേട്ടാ. സോണിൽ BM പൂച്ച ചത്ത്. സോൺ ഡാമേജ് ഉണ്ടോ അപ്പോ? ഇനി അവൻ വിഴിഞ്ഞു ചത്താൽ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കുന്നത്. വിഴുന്ന് ചത്താലടാ, വീണ് ചത്താൽ. വിഴിഞ്ഞ് ചാവാന്ന് പറഞ്ഞ എന്താ? നമ്മളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. വീണ് ചത്താൽ. പാച്ച നമ്മളവിടെ അങ്ങനെയല്ലേ പറഞ്ഞ വീഴുന്ന ചത്ത. അല്ല അങ്ങനല്ല പറയുന്നത്. വന്ന് നിങ്ങളടുത്ത് വെച്ചില്ല. കാട്ടാക്കട അങ്ങനെ അതുപോലെ നമുക്ക് ഇത് കാണിക്കുന്നില്ല കേട്ടോ, കിൽ ഫീഡ്. അല്ല, പ്ലേയേഴ്സിന് കിൽ ഫീഡ് ഇല്ലാന്ന് പറഞ്ഞേ. കാണിക്കത്തില്ല. അപ്പൊ പറഞ്ഞേ
അത് കാണിക്കത്തില്ല. അതുകൊണ്ടെങ്കിലല്ലേ നമുക്ക് അടിക്കാൻ പറ്റൂ. പ്ലേയേഴ്സിന് കിൽ ഫീഡ് വിസിബിൾ ആക്കണം, അതോടെ ഒന്ന് ഇതാക്കണം. ആ, എന്നാലേ അതെ. ശരിയാവുള്ളൂ. ഇവിടെ അടിയിട്ടാ ആ. TJ ഉമ്മ, പിന്നെ അതിന്റെ ബാക്കില് ഇപ്പൊ എനിക്ക് തോന്നുന്നേ, ഇപ്പൊ കണ്ട ഫൈറ്റ് സ്മൂത്ത് ആയതുപോലെ തോന്നുന്നുണ്ട് നമുക്ക്. പ്ലെയർ കുറഞ്ഞപ്പോഴല്ലേ? പ്ലെയർ പറഞ്ഞപ്പോ 50 പ്ലേയേഴ്സ് ഓക്കെയാണ്. അപ്പൊ ഓ. 4 മാച്ച് ജയിക്കേണ്ടി വരും. ദാവൂദ് അവിടെ RSL7 ദിഗോട് വീണ് പപ്പു അവിടെ തിരിച്ചെടുത്തു. RSL7 പപ്പു അവിടെ CID ദാവൂദിനെ തിരിച്ചെടുത്തു. അപ്പൊ അവിടെ അടി ആ അപ്പുറത്തടിയായി. ഇപ്പൊ പോയെടുത്ത് പറ്റും. versus TG. ഓളിയോ TJ അവിടെ ഒരാളെ നോക്കാം. ഒരാളെ നോക്കായി. ശുക്കൂർ ഇത് ശരിയാ. ഇത് TPF ഇത് EVX ആട്ടാ. ഇത് EVX P47 കൂടിയിട്ടുള്ളതാണ്. KVയുടെ അവര് വന്ന് പറഞ്ഞു. അടിക്കുന്നുണ്ട്. അടിച്ചോണ്ടാവും. ചന്ദ്രനോടെ ഉംജോ ഡീക്കൻ എടുത്തു. ഓ അവിടെ മെസ്ബോയ് അവിടെ നോക്കെടുത്തു. ബാക്കിൽ നിന്ന് കയറി അവര്. സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് ആയി. പക്ഷെ അവർക്ക് അണ്ണാ കൊല്ലണം. അവര് നോക്കാനായിട്ടുള്ള. അതുപോലെ ഈ TJ നമ്മള് കൊന്നിട്ട് പോകുമ്പോ പിന്നെ അല്ല, അത് റിവൈവ് ചെയ്യാം. മാറ്റേ അത് ആകാശത്തുനിന്നാണോ വരുന്നത്? അല്ല ആകാശത്തുനിന്ന് വന്നത് ബഗ്ഗായാളെ തിരിച്ചു കൊണ്ടുവന്നടാ. റീകോൾ ഇട്ടതാ. അത് റീകോൾ. ഗണ്ണെടുക്കാൻ പറ്റില്ല. അല്ല, ഒരു അഭിപ്രായമുണ്ട് നിഞ്ച ഉണ്ടെങ്കിൽ ഈ റീകോൾ ആയവരെ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് ഇറക്കി വിടാതെ വേറെ എന്തെങ്കിലും സിസ്റ്റം അവർക്ക് ഭയങ്കര ഡിസഡ്വാൻറ്റേജ്. ഇവിടുന്ന് TV കയറി. ഇവിടുന്ന് TV കയറി. TV എത്തി. TV versus TV കാണുമോ? ഓ RSL7 അടുത്തോട്ട് എത്തി. അല്ല, KVയുടെ ഭാഗത്തുനിന്ന് നല്ല അടി വന്നു. KVയുടെ ഭാഗത്തുനിന്ന് TVക്ക് നല്ല അടി വരുന്നുണ്ട്. അത് ഗ്രോസ് സ്നൈപ്പ് അവിടെ ഒരു പിക്ക് എടുത്തു. സ്നൈപ്പ് അവിടെ ഒരു ഫിനിഷ് എടുത്തു. സ്നൈപ്പ് അവിടെ ഫിഗോയെ എടുത്തിട്ടുണ്ട്. ഉമ്മയുടെ ഫിനിഷ് ആയിട്ടാ ടീം. വൈപ്പായി. ഇനി TGL രണ്ടുപേരുടെ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാരും വൈപ്പായി. TGL രണ്ടുപേരും ആണെങ്കിൽ നോക്കൗട്ട് കിടക്കണ എല്ലാരും ഡൗൺ ആവും. ഓക്കെ. RSL7 versus TVയുടെ CSK ഇവിടെ ഉണ്ട്. ഓ, അവിടെ മൊളട്ടോക്കെ എടുത്തെറിഞ്ഞ കേട്ടാ. കൊണ്ടിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. മൊളട്ടോ ഒരു ആക്ക് 3 വെച്ചാണ് അല്ലേ? അല്ല, അങ്ങനെയല്ല. നമുക്ക് മറ്റേ പെട്ടിന്ന് കിട്ടുന്ന. പറവല മാർക്കിംഗ് സിസ്റ്റം അടിപൊളിയാ കേട്ടോ ഇതില്ല. ഒരു കേറി അടിച്ചു വരുന്ന ഒരു തള്ളി കേറിക്കൊണ്ടിരിക്കണം. ബാക്കിന്ന് ചാവും. അല്ല, RSL7 CSK തമ്മിലുള്ള ഫൈറ്റ്. ഇവിടെ പറഞ്ഞു. ഈ മൂഡ് ഇടുമ്പോഴല്ലേ മാപ്പ് വരാത്ത? മറ്റേതിൽ വരണ്ടല്ലേ? മറ്റേല് വരുന്നുണ്ട്. ഈ മൂടിക്ക് നമ്മള് സ്പെക്കിലേക്ക് വന്നില്ല. അപ്പൊ സോൺ മാറി. തളപതി അവിടെ പിക്ക് എടുത്തു. തലപതി അവിടെ മെസ്ബോയെ നോക്കാക്കി. RSL7 തലപതി അവിടെ മെസ്ബോയെ നോക്കാക്കിയിട്ടുണ്ട്. വൈ ഡീലുണ്ട്, നല്ല ഡീലുണ്ട്. ഞാൻ നിക്കിയ സമയത്ത് നമ്മുടെ ടീമിന്റെ പേര് ഇവിടെ സൈഡിൽ എഴുതി കാണിച്ചു, പക്ഷെ അങ്ങോട്ട് പോയില്ല. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. റെഡി. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്താ തരാ. തലപതി അവിടെ ഫിനിഷ് ചെയ്തു. ഇല്ല, മിസ്ബോയിനെ ഫിനിഷ് ചെയ്തു. സാവേജ് TJ കൊച്ചുഞ്ഞിനെ എടുത്തു. ജോസൂട്ടിനെ ഡൗൺ. സാവേജ് രണ്ടുപേരും എടുത്തു. എല്ലാവരും വൈപ്പ് ചെയ്തു. സാവേജ് രണ്ടുപേരും ഇറ്റാച്ച് ചെയ്ത് ഇവിടെ റെസ്റ്റ് ചെയ്ത്. ബാലനവിടെ സോണോട്ടി വീണു. സോണോട്ട് പവർ കൂടി. TV versus TV ആയെന്ന് തോന്നട്ടെ ഇവിടെ. ബാലം ഫിനിഷ് ആയിട്ടാ. സോണോട്ടില് ബാലം ഫിനിഷായി. സോണോട്ടില് സ്നൈപ്പ് നിൽക്കുന്നുണ്ട്. നിഞ്ച ഇവിടെ പോയാ. ഈ രണ്ട് സോണ് കാണിക്കുന്നത് എന്താ? മറ്റേ ബാക്കിത്തെ റെഡ് സോൺ ആണോ ശരിക്കുള്ള സോണ്? അല്ല, അവിടെ നിങ്ങൾ ശൃംഗായിട്ട് ഇതിലോട്ട് എത്തും. സ്മോക്കിട്ട് കേറി. RSL7 ഫ്ലിക്ക് അവിടെ
ഓ ഇവിടെ വിഷ് TVA versus TVA. അവരൊക്കെ നൈസ് വലിയ സ്മോക്ക് ആയിരുന്നു. നല്ല സ്മോക്ക് ആയിരുന്നു അത്. ഓക്കെ RZ7 ടോക്കിയോനെ ഫൈറ്റ് സോണോട്ടായി അവിടെ ഫിനിഷ് ചെയ്തു. ടോക്കിയോ ഫിനിഷ് ആയി. ഒരാളുണ്ട് ടോക്കിയത്തെ. ഇവിടെ അങ്ങനെ അപ്പൊ സോണോട്ട് ഹീലിംഗ് ഒക്കെ നടക്കുമല്ലേ? കുറച്ച് ഇവിടെ ഇവര് കേറിട്ടാ CSK കേറി ഫ്രണ്ടിക്ക്. ക്വാളിറ്റി നല്ല ലോസ് ആവുന്നുണ്ട്. നല്ല ലോസം. ഞാൻ ലൈവ് കൂടെയാണ്. ഞാൻ ഇന്ന് ലൈവ് ഓഫ് ചെയ്യട്ടെ. മറ്റേ കിക്ക് ചെയ്തേ. ഓഫ് ചെയ്താ. സ്റ്റക്കായി മൊത്തത്തിൽ പോയി. ഇപ്പോഴോ? ഓക്കെ. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. സാൻഡ്വിച്ച് ആയില്ല, പുറയുന്ന കേവിയും കയറി. പുറയുന്ന കേവി എല്ലായിടത്തും വന്ന ആള്. ഓക്കെ. സാവേജ് അവിടെ ഒരു പിക്ക് എടുത്തു. ഓ സാവേജ് അവിടെ CSK ഒന്നും കാണുന്നില്ലടാ. ഭയങ്കര മദര ലൈവ് നിർത്തി. ഇപ്പൊ കറക്റ്റായി. അയ്യോ സ്റ്റക്കായി. പക്ഷേ സ്റ്റക്കായി നിൽക്കുക. ഇപ്പൊ ശരി. ഒയ്യോ ഇത് ക്ലോസ്. TVA versus TVA. ഡൗണേ കിടക്കുന്ന റിവ്യൂ ആവുന്നുണ്ടാ? അവിടെ മദര ഡൗണ. മദര ഉച്ചിരി അവിടെ ഒരു പിക്ക് എടുത്തു. ഒന്നും കാണുന്നില്ലടാ, നമുക്കാർക്കും ഒന്നും കാണത്തില്ല കേട്ടാ. ഓക്കെ വന്നു. അവിടെ നീലനെ എടുത്തു. അലക്സ് ഡൗൺ ആയിട്ടോ അവിടെ. അലക്സ് ഡൗൺ ആയി. അവർക്ക് രണ്ടുപേർക്ക് രണ്ട് സൈഡിൽ KVയുടെ കയ്യിന്നും TV കടി കിട്ടുന്നു. നീകൻ അവിടെ ഫാസ്റ്റിനെ എടുക്കുന്നു. TV ഫാസ്റ്റിനെ എടുക്കുന്നു. അടുത്ത സോൺ. അയ്യോ ഇറ്റാച്ചി ഡൗൺ ആയി. ഫാസ്റ്റ് ഡൗൺ ആയി അവിടെ. ഇനി അടുത്ത കറക്റ്റ് ടൈം പറയുന്ന ടീം കേട്ടാ. അളിയ KV സമയത്ത് KV അവിടെ പുഷ് ചെയ്ത് വന്നു. KV കേറി. പക്ഷേ ഡൗൺ ആയി. ഡോർക്കി ഡൗൺ ആയി. ഡോർക്കി അവിടെ ഒരു പിക്ക് എടുത്തു. മോബി എവിടെ നിന്ന് എടുത്ത് ഇറ്റാച്ചിനെ കൊന്നു. CSK 3 പേര് മാത്രം ബാക്കി. മോബി വെസസ് മോബി വീണ്ടും ഒരാളെ ഡൗൺ ആക്കി കേട്ടാ. മോബി RSR7 അപ്പേല പാറ്റോ എടുത്തു. ഇവന്മാര് നൈസ് ആയിട്ട് ഇവിടെ നിന്നു. അവര് തേർഡ് പാർട്ടി കറക്റ്റ് സമയത്തുള്ള തേർഡ് പാർട്ടി വിളിച്ചവര്. സ്മോക്ക് ഇട്ടു. ഓക്സി അൾട്രാനെ കൊന്നു. ബാറ്റ്മാൻ ഓക്സി വെസസ് KV ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇവിടെ എനിക്ക് ഇവിടെ രണ്ടുപേര് ഒരാളുണ്ട് ഡൗണാ. നോക്ക അവിടെ. ഓക്കെ മറ്റേ CSK ഡൗൺ ആയി. CSK ഡൗൺ ആയി. ഫൈനൽ പ്ലെയർ കൗണ്ട് അഡ്വാൻറ്റേജ്. അത് എനങ്ങുമ്പോഴാടാ ഞാൻ ഇങ്ങനെ വെക്കാം. കുറച്ച് പുറകിലോട്ട് വെക്കാം. ഇങ്ങനെ വെച്ചാ മതിയാ? ഓക്കെ കുറച്ചൊരു റൊട്ടേറ്റ് ചെയ്ത് ബാക്കി വന്നു. അവിടെ കക്കാശിയെ നോക്കാക്കി. RSR7 ഗോഡ്. സിദ്ധു ഓർഡർ നോക്ക്. റാഫ് ഓർഡർ നോക്കിട്ട് അറബി മാക്കും ഫ്ലിക്ക് നോക്കായി. തലപതി ഓർഡർ നോക്ക്. പപ്പ് ഓർഡറും സിദ്ധു ഓർഡർ ഇതിട്ട് ഫ്ലഫി അവിടെ. എനിക്ക് തോന്നുന്നു 1v2 ആന്ന് തോന്നുന്നു. 1v2 അൾട്രോണും ഫ്ലഫി. അടിച്ചുറക്കി. അടിച്ച് തോലച്ചു കളഞ്ഞ അൾട്രോ. എന്താടി അടിച്ചവൻ? ഈ സാധനം മതിയടാ. ഇത് മതി. അണ്ണാ ഒന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാടാ. നിഞ്ച പോയാ